ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് പീനട്ട് മസാലയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂട്ടുന്നുണ്ട്. അപ്പം അത് ദേഹത്തിന് വളരെ നല്ലതാണ്. അത് നമുക്ക് വൈകുന്നേരം നേരത്തിങ്ങനെ എടുത്ത് കഴിക്കുമ്പോഴൊക്കെ വളരെ നല്ലത്. പിന്നെ പീനട്ട് എന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീനും എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ. അപ്പം അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പീനട്ട് മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ നിലക്കടല, ഈ ഒരു ബൗളിന് ഒരു ബൗള് നിലക്കടല എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത് കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതെടുത്തിട്ടുണ്ട്. ഒരു സവാള അതേപോലെ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഞാൻ കണ്ടിട്ട് ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് മസാലയായിട്ട് വേണ്ട, പിന്നെ ഞാനൊരു ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഒഴിക്കാം കേട്ടോ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയുടെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പൂണ് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്കിനി ഈ കടല ഉണ്ടല്ലോ, നിലക്കടല ഞാൻ നന്നായിട്ടൊന്നും കൂടെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കുക്കറിലേക്ക് ഇടാം. നന്നായി കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കാം. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇത് നമുക്കൊരു 3 വിസിൽ നന്നായി അടിച്ചോട്ടെ. 3 വിസിൽ അടിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ആവി മുഴുവനും പോയതിന് ശേഷം നമുക്ക് തുറന്നാൽ മതി. അപ്പോൾ കറക്റ്റ് വേവായിരിക്കും. നിലക്കടല ഞാനിവിടെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, 3 വിസിൽ അടുപ്പിച്ച് കൊണ്ടുവന്നില്ലേ, ആ നിലക്കടല ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ സവാള ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളി ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില, ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്, ആ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മസാലകൾ ഉണ്ടല്ലോ, ആ മസാലകൾ ഇട്ട് കൊടുക്കണം. അപ്പം അതേപോലെ പച്ചമുളക് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. അതേപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് തന്നെ ഉള്ളൂ ഗരം മസാലപ്പൊടി, ഇത്ര മതി, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, അത് നമ്മളുടെ ഇതിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ, എരിവിനനുസരിച്ചിട്ട്. അത് പിന്നെ എരിവ് അധികം ഇല്ലല്ലോ. ഇനി നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഇളക്കിയിട്ട് വേണം ഉപ്പ് എങ്ങനെ ഉണ്ട് നോക്കണം. പിന്നെ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു പകുതി ചെറുനാരങ്ങ ഞാൻ അതിൽ നീരെട്ടി കൊടുക്കുന്നുണ്ട്. പുളി നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ആക്കിക്കോളൂ കേട്ടോ. ഞാനിവിടെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു കുരു വന്നു വീണ്, അതുകൊണ്ട് കളയാം. ഇനി നമുക്കിത് നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്കിതിൽ ഉപ്പുണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കാം. ഭയങ്കര ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടത്. നമ്മൾ കടലയിൽ കുറച്ച് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിലൊക്കെ കൂടിയായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇത്ര ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതുണ്ട് ഇളക്കിയെടുക്കട്ടെ, അത് മിക്സ് ചെയ്യട്ടെ.
ഇതിലിടയ്ക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുനാരങ്ങയുടെ നീര് ഒറ്റിച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇത്ര മതി, അതുകൊണ്ടാണ്. അതിന് ഞാൻ ഇളക്കി നോക്കട്ടെ. ഇത്രയും മതി. ഉപ്പും പാകമാണ്, എല്ലാതും പാകമാണ്. അങ്ങനെ നമ്മുടെ പീനട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ. ഈ നിലക്കടലയിൽ നല്ലോണം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ വെജിറ്റബിൾസും നന്നായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.